DYFIയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഇത് കലോത്സവം തുടങ്ങിയ അന്ന് മുതൽ ഇതുവരെയും നമ്മൾ രാത്രി 9:30-10 മണി വരെയും ചില ദിവസങ്ങളിൽ 12 മണി വരെയും ഇവിടെ ആളുകളുടെ ഒരു ഒഴുക്കനുസരിച്ച് നമ്മളിവിടെ അവർക്ക് അത്യാവശ്യം വേണ്ടുന്ന ഫ്രൂട്ട്സ്, പിന്നെ ഗ്ലൂക്കോസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ അവർക്ക് വേണ്ടുന്ന ബിസ്ക്കറ്റ് അങ്ങനെയുള്ള ആഹാര പദാർത്ഥങ്ങൾ, വെള്ളം 24 മണിക്കൂറോളം നമ്മളിവിടെ നിന്ന് കൊടുക്കുന്നൊരു സംവിധാനമാണ് നടന്നു വരുന്നത്. പിന്നെയെന്ന് വെച്ചാൽ ഇന്നലെ നമുക്ക് ഒരു മീഡിയ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ആവശ്യക്കാർക്ക് ഭക്ഷണം കൊടുക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ അവരുടേത് ഏറ്റെടുത്തതല്ല, നമ്മൾ കഴിഞ്ഞ 8 വർഷമായിട്ട് കൊല്ലത്തും കേരളത്തിലാകമാനം DYFIയുടെ നേതൃത്വത്തിൽ പൊതിച്ചോറ് നൽകി വരുന്നവരാണ്. അപ്പം ഇന്നലെ ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കലോത്സവത്തിന് ഒരുപാട് തിരക്കുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെയും ഇവിടെ പൊതിച്ചോറ് വന്ന ആൾക്കാർക്കെല്ലാം പൊതിച്ചോറ് നൽകാൻ DYFI തീരുമാനിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ അത് നടന്നു. അപ്പോൾ ഇന്നും ചില നമ്മുടെ ഒരു തിരക്കിനനുസരിച്ച് വേണ്ടി വന്നാൽ നമുക്ക് അതും സാധ്യമാക്കും. അതാണ് DYFIയുടെ ഇതിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ SFIയും അവിടെ ചുക്കുവെള്ളം വിതരണം, അത്തരത്തിലുള്ള ഫ്രൂട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ വരുന്ന ആൾക്കാർക്ക് എന്താണോ ആവശ്യം, ഈ ആഹാര പദാർത്ഥങ്ങൾ മാത്രമല്ല, ഇവിടെ എന്താണോ ആവശ്യം, ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങൾ, അത്യാവശ്യം ആരെങ്കിലും കുഴഞ്ഞു വീഴുക എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നമ്മുടെ DYFIയുടെ ആംബുലൻസ്, മറ്റ് സന്നദ്ധ സംഘടനകളുടെ സ്നേഹവണ്ടി പോലുള്ള ആംബുലൻസ് കാര്യങ്ങൾ, ഇതെല്ലാം അവരെ ആശുപത്രികളിൽ എത്തിക്കാനും അതായത് അവരുടെ ഈ അക്കോമഡേഷൻ സ്ഥലങ്ങളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഓരോ കുട്ടികൾ വന്ന് പറയുമ്പം നമ്മൾ അവരെ ഒരുമിച്ച് അവിടെ കൊണ്ടുപോകാനും ഉള്ള സൗജന്യമായിട്ടുള്ള വണ്ടി യാത്ര, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും DYFI ഈ വരുന്ന കലോത്സവത്തിന് വരുന്ന ആൾക്കാർക്ക് സഹായകമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. നമുക്ക് അത് ഇടയ്ക്കൊക്കെ ഒന്ന് സമയം കിട്ടുന്നെങ്കിലേ ഉള്ളൂ. കാരണം നമുക്കതിന് സമയം കിട്ടുന്നില്ല. കാരണം ഇവിടെ വരുന്ന ആൾക്കാരെ തന്നെ നോക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. എന്നിരുന്നാൽ കൂടി നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് പോയിന്ന് കാണും, അതല്ലാതെ നമുക്ക് പൂർണ്ണമായിട്ട് ഞാൻ നിൽക്കാൻ പറ്റത്തില്ല. എക്സ്പീരിയൻസ് എന്ന് പറയാൻ ഞങ്ങളത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കലോത്സവത്തിൽ നിൽക്കുന്നത്. നമ്മളെ കൊച്ചിലെങ്ങാണ്ടാണ് 14 വർഷത്തിൽ കൂടുതലായല്ലോ കൊല്ലത്ത് വന്നത്. അപ്പോൾ അതിനുശേഷം വരുമ്പോൾ ഇപ്പോൾ ആദ്യം DYFIയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. അവർ നമ്മളോട് സഹായം ചോദിക്കുമ്പോൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്നുണ്ട്. അത് തന്നെ ഏറ്റവും വലിയ സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ആ ഒരു സന്തോഷം നമ്മൾ കൊല്ലം ജില്ലയിൽ നിന്ന് ആൾക്കാർ പല ജില്ലയിൽ നിന്ന് വരുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. നമ്മളോടൊന്ന് ചോദിച്ച് അവർക്ക് കാര്യം നടന്നെന്ന് വന്ന് തോന്നിയ ആൾക്കാർ നമ്മളോട് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക്.